ഹായ് ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് കഫേ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മീനൊന്നും കിട്ടാത്ത ഒരു ടൈമാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വെറൈറ്റി ഡിഷാണിത്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ്, വേറെ ഒന്നുമല്ല, വഴുതനങ്ങയാണ്. അപ്പോൾ അത് വെച്ച് എങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ആദ്യം വഴുതനങ്ങ നീളത്തിൽ അരിഞ്ഞ് വേണം എടുക്കാൻ. നീളത്തിലോ വട്ടത്തിലോ, നീളത്തിലാണെങ്കിൽ ഒരു മീനിൻ്റെ ഒരു ലുക്ക് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. നമുക്കറിയാം വഴുതനങ്ങ ഡ്രൈ ആണ്, അപ്പോൾ പൊടിയെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ മസാലയും എല്ലാം നന്നായിട്ട് അതിലേക്ക് പുരട്ടിയെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ചിലവ് കുറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മളിതെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്, നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചീനച്ചട്ടി ചൂടാക്കി അതിൽ ഓയിലൊഴിച്ച് ഓയിൽ നന്നാക്കി ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴുതനങ്ങ നമ്മൾ പുരട്ടി വെച്ചത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആവും. ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്നേ ഉള്ളൂ. വഴുതനങ്ങയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനമാണ്. അപ്പം ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. മീനിൻ്റെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് എടുക്കാം. മീനില്ലെങ്കിൽ വിഷമിക്കേ വേണ്ട, ഇത് മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പം ഒരു സൈഡ് കൂടി മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് യാതൊരു ചിലവില്ലാത്തൊരു ഐറ്റമാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.